ചെല്ലക്കാറ്റിൻ വർണ്ണച്ചിറകിൽ മൂളിപ്പാട്ടും പാടിപ്പോകും ഹൈഡി ഹൈഡി. മിസ് റോട്ടൻമായ ഗ്രാമത്തിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയപ്പോൾ മുത്തശ്ശനും പെൺകുട്ടികളും കുന്നുകളിലേക്ക് നടക്കാൻ തീരുമാനിച്ചു. റോട്ടൻമായ തിരിച്ചു വന്നപ്പോൾ അവരെ കാണാതെ വിഷമിച്ചു. അവർ അവരെ തിരഞ്ഞ് കുന്നുകളിലേക്ക് പോകാൻ തീരുമാനിച്ചു. പക്ഷെ റോട്ടൻമായ കൊടും മഴയിൽ അകപ്പെട്ടുപോയി. വിഷമിക്കേണ്ട ക്ലാര, ഏതു വഴിയായിരിക്കും പോയിരിക്കുന്നത്? ഇത് മിസ്സിന്റെ കണ്ണാടിയാണ്. അവരാ തടാകത്തിനടുത്തേക്കായിരിക്കും പോയത്. ചിലപ്പോൾ അവർ ആ ഗുഹയിലുണ്ടാവും. മിസ് റോട്ടൻമേർ, ഹൈഡി ഇങ്ങോട്ട് വന്നേ. എത്ര നാളെടുക്കും തിരിച്ചു വരാൻ മിസ്? ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഒറ്റ രാത്രി കൊണ്ട് തന്നെ എന്റെ കണ്ണട ശരിയാക്കാൻ ഓപ്റ്റോമെട്രിസ്റ്റിന് പറ്റുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നാളെ രാത്രി തന്നെ ഞാൻ തിരിച്ചെത്തും. അതായത് ഞാൻ ട്രെയിൻ മിസ് ചെയ്യാൻ പാടില്ല. ഹൈഡി, നീ വേണം ക്ലാരയെ നന്നായിട്ട് നോക്കാൻ, കേട്ടല്ലോ? ഇത് നിനക്ക് വലിയൊരു ഉത്തരവാദിത്തമാണ്. ഞാനത് വിലയിരുത്തുകയും ചെയ്യും. ഞാൻ ചെയ്യാം മിസ്. ഉൾക്കണ്ട വേണ്ട, ഞാൻ സൂക്ഷിച്ചോളാം. അതെനിക്കറിയാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ വേണ്ടതെന്ന് ഹൈഡിയുടെ മുത്തച്ഛൻ അറിയാം. പറഞ്ഞത് മനസ്സിലായല്ലോ. ഇത് വെച്ചോ, യാത്ര പോവുകയല്ലേ? ഓ കൊള്ളാം, നന്ദി സർ. എങ്കിൽ ഞാനിപ്പോ പോവുകയാണ്. നമുക്ക് നാളെ രാത്രി കാണാം. ഹായ്, ഹലോ. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നിങ്ങളെന്താ എന്റെ വീടിന് കാവൽ നിൽക്കുകയാണോ രാവിലെ മുതൽ? എന്റെ പേര് വൂൾഫോ ഗാങ്. ഈ നാടിന്റെ ഗവർണറാണ് ഞാൻ. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണം? ഞങ്ങൾ ആ പാലത്തിന്റെ കാര്യം സംസാരിക്കാൻ വന്നതാണ് അങ്കിൾ. ഹൈഡി, അകത്തേക്ക് പൊക്കോളൂ, എന്നിട്ട് വാതിലടച്ചേക്ക്. ആ പാലത്തിന്റെ കാര്യം എന്തായി? അത് ശപിക്കപ്പെട്ട ഒന്നാണ്. അങ്ങനെ പറയാൻ പറ്റില്ല അങ്കിൾ. എങ്ങനെ? ജില്ലാ കൗൺസിലറിന്റെ അഭിപ്രായം താങ്കൾ ആ പാലം പണി എത്രയും പെട്ടെന്ന് തീർക്കണമെന്നാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ കൂടി വേണ്ടിയാണ് ഞാൻ ഈ വഴി വന്നത് തന്നെ. പറഞ്ഞോളൂ. ആ പാലം താഴ്വാരത്തെയും ഇറ്റാലിയൻ മലനിരകളെയും തമ്മിൽ യോജിപ്പിക്കും. അതുവഴിയുള്ള ഒരേ ഒരു പാത ഇതായതിനാൽ മഞ്ഞുകാലത്ത് അത് തടയാനും പറ്റില്ല. ദേശീയ വരുമാനത്തിന് വളരെ നല്ലൊരു മാർഗം കൂടിയാണ്. അത് മാത്രമല്ല, ഡാഫ്ലിയിലെ മുഴുവൻ ആൾക്കാർക്കും ഇത് ഉപകരിക്കും. പുതിയ കച്ചവട മാർഗങ്ങൾ ഗ്രാമത്തിലേക്ക് കൊണ്ടുവരാനും പറ്റും. ഗ്രാമത്തിലെ കച്ചവടത്തെ പറ്റി ഞാൻ വ്യാകുലപ്പെടുന്നു തോന്നുന്നുണ്ടോ? നിങ്ങളാണ് താഴ്വാരത്തിലെ അതിന്റെ പണികൾ തുടങ്ങി വെച്ച മേസ്തിരി. അതുകൊണ്ട് നിങ്ങൾ തന്നെ ആ പണികൾ പൂർത്തിയാക്കണം. ക്ഷമിക്കണം ഹാൻസ്, എനിക്കതിന് കഴിയില്ല. ഈ പാലം എന്റെ കുടുംബത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ട്. ക്ഷമിക്കണം, നമുക്ക് പിന്നെ കാണാം. പക്ഷേ നിങ്ങൾ ഈ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തതാണല്ലോ. ഇതിന്റെ അർത്ഥം? ഇതൊരു കെട്ട് പണമാണ് സാർ. ഞങ്ങൾ ഇത് ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചതല്ല. പക്ഷേ നിങ്ങൾ ഈ പാലം പണി പൂർത്തിയാക്കാൻ തയ്യാറായില്ല എങ്കിൽ ഇതുവരെ ആ പാലത്തിന് വേണ്ടി ചിലവഴിച്ച പണം മുഴുവൻ നിങ്ങൾ തിരിച്ചടക്കേണ്ടി വരും. അതും 6 വർഷത്തെ പലിശ അടക്കം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എന്തായി പറയുന്നത്? ബംഗ്ലാവിന്റെ വിൽപ്പന നിങ്ങളുടെ ചിലവുകൾക്ക് സഹായിക്കും അങ്കിൾ. ബംഗ്ലാവോ? ഏത് ബംഗ്ലാവ്? ഇത് നല്ല ഒരു ഓഫറാണ് ഹാൽഡ. ഇതൊരു ചൂഷണമായി കണക്കിലെടുക്കരുത്. പഴയതൊക്കെ ഓർത്ത് എന്തിനാ മനസ്സ് വേദനിപ്പിക്കുന്നത്? നമുക്ക് ഈ പാലം വേണം അങ്കിൾ. ദയവ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സഹായിക്കൂ. ആ ശരി, ഞാനത് തീർക്കാം. നന്ദിയുണ്ട് അങ്കിൾ. നന്ദിയുണ്ട് സാർ. ഈ കാര്യത്തിൽ നിങ്ങൾ നന്നായി സഹകരിച്ചുവെന്ന് ഞാൻ കൗൺസിലറോട് പ്രത്യേകമായി പറയുന്നുണ്ട്. ശരി, പൊക്കോളൂ.
മുത്തശ്ശ, എന്താ നടക്കുന്നത്? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അത്യാവശ്യമായി എനിക്ക് കുറച്ച് പണിയുണ്ട് കുട്ടി, സംസാരിക്കാൻ സമയമില്ല. ആ, മുത്തശ്ശ. ഇല്ല. ഹേയ്, ഹേയ്, ഗുഡ് ബൈ. തിരിച്ചു വരൂ, അങ്ങോട്ട് പോകരുത്. തിരിച്ചു വരൂ. മുത്തശ്ശ, നിങ്ങൾക്ക് എന്താ പറ്റിയത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഉറങ്ങിക്കോളൂ. മുത്തശ്ശൻ എന്താ പറ്റിയത്? എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഇഷ്ടമാവുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, കിടന്നുറങ്ങിക്കോളൂ. പീറ്റർ വരുന്നത് വരെയുള്ള ആടുകളുടെ കാര്യം ഞാൻ നോക്കിക്കഴിഞ്ഞു. നമ്മൾ ഉണരാൻ താമസിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ പോക്ക് നടക്കില്ലായിരുന്നു. നമുക്ക് ഭാഗ്യമുണ്ട്, ചിപ്പി നമ്മളെ ഉണർത്തിയില്ലേ. മുത്തശ്ശ, നിങ്ങൾ ഇന്നലെ ദുസ്വപ്നം വല്ലത് കണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ അലറുന്നത് ഞാൻ കേട്ടു. ഇന്നലെ ആ ഗവർണർ പറഞ്ഞ ആ പാലത്തെ പറ്റിയാണോ? എനിക്ക് ആ പാലം ഇഷ്ടമല്ല ഹൈഡി. ഞാൻ ഈ കുടിൽ പുതുക്കി പണിയാൻ തീരുമാനിച്ചു. ഇപ്പോൾ എന്റെ സമയം അത്ര ശരിയല്ല. ഓ, ഇവിടെ ഇപ്പോൾ എന്താണ് ശരിയാക്കാനുള്ളത് മുത്തശ്ശ? ഇവിടെയെല്ലാം നന്നായിട്ടുണ്ടല്ലോ. എപ്പോ വേണമെങ്കിൽ എന്ത് സംഭവിക്കാം. ഇതുപോലൊരു കുടിലിന് മഞ്ഞുകാലത്തിന് ശേഷം പണികൾ ഉണ്ടാകാം. മതി സംസാരം, എനിക്ക് അല്പം പണിയുണ്ട്. എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന്. നീ എന്നെ ഇന്ന് പരിശീലിക്കാൻ സഹായിക്കുമോ? തീർച്ചയായും ക്ലാര. ഹേയ്, ഗുഡ് ബൈ. അങ്കിൾ, അങ്കിളിന് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്കൊന്നുമില്ല. പോകൂ പീറ്റർ. ആ, എന്നെ ഒറ്റയ്ക്ക് വിടൂ പീറ്റർ, പ്ലീസ്. ശരി ശരി. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല. പക്ഷെ അങ്കിൾ എന്നെ പേടിപ്പിച്ചു. ഗവർണർ ആ പാലത്തിന്റെ പണിയെപ്പറ്റി പറഞ്ഞതിന് ശേഷം മുത്തശ്ശൻ പഴയതുപോലെയല്ല. മുത്തശ്ശൻ ഇന്നലെ ഒരുപാട് സംസാരിച്ചില്ല. രാത്രിയിൽ ഒരു ദുസ്വപ്നം കണ്ടു. ഉറക്കത്തിൽ നിലവിളിച്ചു. നിങ്ങൾക്കറിയാമോ 6 വർഷം മുൻപ് പാലത്തിന്റെ പണി നിർത്തിവെച്ചത് എന്തിനാണെന്ന്? അദ്ദേഹത്തിന്റെ കുടുംബത്തിന് എന്തോ ഒന്ന് സംഭവിച്ചു. അന്ന് എന്തോ അപകടം സംഭവിച്ചതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് ഉറപ്പില്ല.
ചിലപ്പോ എന്റെ മുത്തശ്ശിക്ക് അറിയാമായിരിക്കും. വർഷങ്ങളായി അവർ ഇവിടെ അല്ലേ താമസിക്കുന്നത്. നല്ല ഐഡിയയാണ്, നമുക്ക് അവിടെ നിന്നും തുടങ്ങാം. എന്നാ ശരി, ഞാൻ ആദ്യം ഈ ആടുകളെ തൊഴുത്തിൽ കെട്ടട്ടെ, എന്നിട്ട് രാത്രി വന്ന് കൂട്ടാം. വരൂ. പ്ലീസ് മുത്തശ്ശി, 6 വർഷത്തിനു മുമ്പ് ചെകുത്താമ്പാലത്തിൽ എന്താണ് സംഭവിച്ചത്? എന്റെ കുഞ്ഞുമോളെ, അതൊന്നും ചെറിയ കുട്ടികൾക്ക് കേൾക്കാൻ പറ്റിയ കാര്യങ്ങളല്ല. പക്ഷേ മുത്തശ്ശി, 2 ദിവസമായി എന്റെ മുത്തശ്ശൻ വളരെ അസ്വസ്ഥനാണ്. അദ്ദേഹത്തെ സഹായിക്കണം. ഓ, നിന്റെ മുത്തച്ഛൻ ചെകുത്താമ്പാലം പണിയുകയായിരുന്നു നിന്റെ അച്ഛൻ പയസിന്റെ കൂടെ. അതെല്ലാം സംഭവിച്ചത് ഒരു ആഗസ്റ്റ് 23-നാണ്. എനിക്കെല്ലാം ഇന്നലത്തെ പോലെ ഓർക്കാൻ കഴിയുന്നു. ഞാൻ കുടിലിന് വെളിയിലിരിക്കുകയായിരുന്നു. എനിക്കപ്പോൾ അതിന്റെ പുറകുവശം കാണാം. നിന്റെ മുത്തശ്ശൻ പയസിനെയും കയ്യിലേന്തി ഓടുകയായിരുന്നു. അതൊരപകടമായിരുന്നു. അതെ, നിന്റെ അച്ഛൻ മരിച്ചതും അന്നു തന്നെയായിരുന്നു. എന്റെ പ്രിയപ്പെട്ട ഹൈഡി, ഞങ്ങളുടെ ജീവിതത്തിലെ വിഷമം പിടിച്ച ദിവസം. പക്ഷെ എന്താണ് സംഭവിച്ചത് മുത്തശ്ശി? നിന്റെ മുത്തശ്ശൻ അത് ആരോടും പറഞ്ഞിട്ടില്ല ഹൈഡി. എന്നോട് ക്ഷമിക്കൂ, ഇത്രയുമേ എനിക്കറിയൂ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഹൈഡി? ഒരുപക്ഷെ നമുക്ക് ഇനിയും കണ്ടെത്താൻ കഴിയും. മുത്തശ്ശൻ എന്തെങ്കിലും ഓർമ്മകൾ ബംഗ്ലാവിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. നമുക്ക് ചെന്ന് കണ്ടെത്തണം. താങ്ക് യു മുത്തശ്ശി. എനിക്കുറപ്പുണ്ട് മുത്തശ്ശനെ സഹായിക്കാൻ ഇതെല്ലാം ഉപകാരമാവും. എന്റെ മനസ്സുകൊണ്ട് ഞാനത് നേരുന്നു എന്റെ മാലാക കുഞ്ഞെ. ഞങ്ങളും വരുന്നു ഹൈഡി. അന്ന് ഞാൻ തെരേസയുടെ കൂടെ കളിച്ചപ്പോൾ തട്ടിൻപുറത്ത് ഞാൻ ചില നിധികൾ കണ്ടിരുന്നു. നമ്മൾ അവിടുന്ന് തുടങ്ങണം. പീറ്റർ, എനിക്ക് തോന്നുന്നു ഞാനെന്തോ കണ്ടെത്തിയെന്ന്. ഇതെന്താണ്? അതൊരു ക്യാമറയാണ്. ഫോട്ടോസ് എടുക്കാം. ആ ഗ്ലാസിൽ കാണുന്ന പടങ്ങൾ നമുക്ക് പ്രിന്റ് എടുത്ത് കടലാസിലേക്ക് പകർത്താൻ കഴിയും. കുറച്ച് പടങ്ങൾ ഇതിലുണ്ടല്ലോ. ഓ, ഇത് ഞാനും എന്റെ പാരന്റ്സുമാണ്. ഇതിന്റെ അമ്മ അഡ്ലറ്റ്, ഇതിന്റെ അച്ഛൻ പയസ്. എത്ര മനോഹരമായിരിക്കുന്നു. അതെ, ഇതാണ് ഡേറ്റ് ആന്റി. അവരും ഇവിടെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. ഈ ഫോട്ടോസൊക്കെ ഈ ബംഗ്ലാവിൽ വെച്ച് തന്നെ എടുത്തതാ. നോക്ക്, ചെകുത്താമ്പാലത്തിന്റെ പണികൾ നടത്തുന്ന ഫോട്ടോകൾ. ഓഗസ്റ്റ് 23, 1880. അത് അപകടം നടന്ന ദിവസമല്ലേ? അന്ന് ഹാൻസും ഉണ്ടായിരുന്നു അവിടെ. ഇല്ല, ഞാൻ അവിടെ ഇല്ലായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ ഫോട്ടോയിൽ നിങ്ങൾ എങ്ങനെ വന്നു? അന്ന് അവിടെ സാധനങ്ങളും സന്ദേശങ്ങളും എത്തിച്ചുകൊണ്ടിരുന്നത് ഞാനായിരുന്നു. പക്ഷേ അപകടം നടന്ന സമയത്ത് ഞാൻ അവിടെ ഇല്ലായിരുന്നു. എന്നോട് ക്ഷമിക്കണം. ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപകടത്തിന് മുൻപ് ഞാൻ എടുത്ത ഫോട്ടോ ആണത്. അതിനുശേഷം മുത്തശ്ശൻ പൈസനെയും എടുത്തുകൊണ്ട് ഗ്രാമത്തിലേക്ക് ഓടുന്നതാണ് ഞാൻ കണ്ടത്. ബാർബൽ, അരുത്. ക്ഷമിക്കണം ഹൈഡി. ഒരു ഗ്രാമം മുഴുവൻ നീ അറിയരുതെന്ന് കരുതിയ ഒരു കാര്യം ഒടുവിൽ നീ അറിയേണ്ട സമയമായി. എന്താ സംഭവിച്ചത്? നിന്റെ അച്ഛൻ മരിച്ചത് നിന്റെ മുത്തശ്ശൻ കാരണമാണ്. എന്നോട് ക്ഷമിക്ക് ഹൈഡി. ഇല്ല, ഇത് സത്യമല്ല.
ഹൈഡി ഹൈഡി, നീ ഇവിടെ എന്താ ചെയ്യുന്നത്? എന്താ കുട്ടി? അവർ പറഞ്ഞു അച്ഛൻ മരിച്ചത് നിങ്ങളുടെ പിഴവ് കാരണമാണെന്ന്. ഇല്ല എന്റെ കുഞ്ഞെ. അതാണ് മുത്തശ്ശന് ദുസ്വപ്നങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് പാലം പണിയാൻ ഇഷ്ടമല്ലാത്തത്. അത് നിങ്ങളുടെ പിഴവല്ല മുത്തശ്ശ, നിങ്ങൾക്കത് കഴിയില്ല. ഹൈഡി, നീ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ അവർ പറഞ്ഞത് ശരിയാണോ? അത് നിങ്ങളുടെ പിഴവാണോ? അതെന്റെ പിഴവാ. ഹൈഡി, എന്റെ കുഞ്ഞെ, വേണ്ട വേണ്ട. എന്റെ കുഞ്ഞെ, മുത്തശ്ശ, എന്റെ മോളെ. നീ ജനിച്ച ശേഷം ഞങ്ങൾ ബംഗ്ലാവിൽ തന്നെയായിരുന്നു. നീയും നിന്റെ അച്ഛനും അമ്മയും. അവളുടെ അച്ഛനെ പോലെ, അവളുടെ മുത്തശ്ശനെ പോലെയും. എന്താ ശരിയല്ലേ? പയസിന്റെ കൂടെ ജോലി ചെയ്യുന്നതായിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങൾ. ഈ പാലം മൊത്തം പണിയേണ്ടത് പില്ലറുകളും ബീമും വെച്ചിട്ടായിരിക്കണം. ഇതിൽ ലോഹങ്ങളും ഉൾപ്പെടുത്തി പണിയാൻ പറ്റുമോ എന്ന് നോക്കണം. ഈ ജില്ലക്കാർക്ക് വേണ്ടി ഈ പാലം പണിയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ മഹത്തായ പണിയായിരിക്കണം ഇത്. എല്ലാം നന്നായി തന്നെ നടക്കുകയാണ്. പക്ഷേ എല്ലാ നല്ല കാര്യങ്ങളും ഒരുമിച്ച് നടക്കുകയില്ല. ഇത് ഞങ്ങൾ മനസ്സുകൊണ്ട് തീരുമാനിച്ചതാണ് അച്ഛാ. ഇതിലിനി സംസാരിക്കാൻ ഒന്നുമില്ല. ഒരു ദിവസം പയസനോട് പറഞ്ഞു അമ്മയും കൊണ്ട് നഗരത്തിലേക്ക് മാറണമെന്ന്, കുറെ കൂടി നല്ലൊരു ജീവിതത്തിന് വേണ്ടി. ഞാനിപ്പോഴും നിന്റെ അച്ഛൻ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ മാത്രമേ നിനക്ക് പോകാൻ കഴിയൂ. വഴക്കിട്ട ആ ദിവസം പയസ് വീണ്ടും പാലത്തിന്റെ പണി തുടരാനായി പോയി. അവൻ ചവിട്ടിയത് ഒരു പാഴ്പലകമേലാണെന്ന് ഞാൻ അറിഞ്ഞില്ല. മോനെ, അവനെ രക്ഷിക്കാനായി ശ്രമിച്ചു. പക്ഷെ എനിക്കതിന് കഴിഞ്ഞില്ല. നിന്റെ അമ്മ അതിനുശേഷം കിടപ്പിലായി. അവൾക്ക് ആ വേദന താങ്ങാൻ കഴിഞ്ഞില്ല. അന്ന് ഞങ്ങൾ വഴക്കിട്ടില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അതിനുശേഷം ഞാൻ ആ ഗ്രാമം വിട്ടു. ഈ മലയിലേക്ക് താമസം മാറ്റി. ഇനി ഒരിക്കലും തിരിച്ചു പോകില്ലെന്ന് തീരുമാനിച്ചു. ഈ പാലം എനിക്ക് വേണ്ടതെല്ലാം കൊണ്ടുപോയി, നിന്നെ ഉൾപ്പെടെ ഹൈഡി. അതൊരു അപകടമായിരുന്നു മുത്തശ്ശ. അല്ലാതെ അത് നിങ്ങളുടെ പിഴവ് കാരണമല്ല പൊളിഞ്ഞത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാനിനി നിങ്ങളോട്ട് പോകില്ല മുത്തശ്ശ. മുത്തശ്ശന് ഇതിൽ വളരെ ചെറുപ്പമായിരിക്കുന്നു. പിന്നെ ഇത് നീ ജനിക്കുന്നതിന് മുന്നേ ഉള്ളതാ. പയസിന്റെ ആദ്യത്തെ തടിപ്പണിയാണിത്. ഇതവന് ഇഷ്ടമായിരുന്നു. ഞാൻ ഒരിക്കലും തിരിച്ചെത്തുമെന്ന് കരുതിയിരുന്നില്ല. ഞാൻ ആകെ അവശയായി. മിസ് തിരിച്ചെത്തിയോ?
കണ്ണാടിയും ശരിയാക്കിയല്ലേ? അതെ, ഈ യാത്രയുടെ ഉദ്ദേശം തന്നെ അതായിരുന്നില്ലേ ക്ലാരെ? എന്നെ കാണാൻ തോന്നിയില്ലേ? തീർച്ചയായിട്ടും മിസ്. നന്നായി. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ട് കാത്തു നിൽക്കുകയായിരുന്നു കണ്ണാടി ഒന്ന് ശരിയാക്കി കിട്ടാൻ വേണ്ടി. ഓ ഹൈഡി, നിനക്ക് വേറെന്തെങ്കിലും പറയാനുണ്ടോ? പ്രത്യേകിച്ചൊന്നും പറയാനില്ല മിസ്. എല്ലാ ദിവസത്തെയും പോലെ മലനിരകളിൽ കറങ്ങി നടന്നു. തിരിച്ചു വരൂ. നിൽക്കൂ. ഹൈഡി, ഹൈഡി.